2014 പാർലമെൻറ്റിൽ ബി ജെ പി തോറ്റു. പക്ഷേ ജയിച്ച സ്ഥലങ്ങളുണ്ട്. 7 അസംബ്ലിയിൽ 4 ബി ജെ പി ഫസ്റ്റ്, 27 പഞ്ചായത്തിൽ 18 പഞ്ചായത്തിൽ ബി ജെ പി നമ്പർ 1. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിൽ 67 വാർഡുകളിൽ ബി ജെ പി നമ്പർ 1. അതുകൊണ്ട് ജയിച്ചത് ബി ജെ പിയാണ്. അതുകൊണ്ട് വിജയദിനം എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റി. അപ്പോൾ നമുക്കും സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ട്, ശരിയാ നമ്മൾ വിജയിച്ചു. പിന്നെ അവിടുത്തെ ബൂത്തുകളുടെ എണ്ണം എടുത്തു. ബൂത്തുകളുടെ എണ്ണം എടുത്തപ്പോൾ 72% ബൂത്തിൽ ബി ജെ പി 1ാം സ്ഥാനമായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചിട്ട് വലിയൊരു വന്ന ഒരു 1500ഓളം പ്രവർത്തകർ, അവർക്കും ഭയങ്കര കോൺഫിഡൻസായി. അവിടെ നിന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. 2015 പഞ്ചായത്ത് ഇലക്ഷൻ അത്ഭുതം സൃഷ്ടിച്ചു. 262 ജനപ്രതിനിധികൾ ജയിച്ചു. 6ൽ നിന്നും 35ലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് 22 സീറ്റ്, ബി ജെ പി 35, ബി ജെ പി പ്രതിപക്ഷ നേതൃസ്ഥാനം. രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞു, ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസ് മുക്ത ദക്ഷിണേന്ത്യയും സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തു നിന്ന് തൂത്തുമാറ്റി ബി ജെ പി പ്രതിപക്ഷത്ത് വന്നു എന്ന് പറഞ്ഞ് അന്ന് രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. എന്നിട്ട് അദ്ദേഹം രാത്രി എന്നെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറയുകയും കൂടെ ചെയ്തു. ഭയങ്കര അഭിമാനം ഉണ്ടായ മുഹൂർത്തങ്ങളാണ്. അപ്പോൾ 2014 പരാജയപ്പെട്ടു. ആ പരാജയത്തെ ഞങ്ങൾ വിജയമായിട്ട് അതിനെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി. 2015 ആയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 1500ഓളം ലോക്കൽ ലീഡേഴ്സിനെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. 268 ജനപ്രതിനിധികളെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് 4 പഞ്ചായത്ത് ഭരണം, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, 4 ബ്ലോക്ക് മെമ്പർമാർ, അങ്ങനെ ബി ജെ പി ഒരു കരുത്തുറ്റ ശക്തിയായിട്ട് തിരുവനന്തപുരത്ത് മാറി.